കേരളത്തിൻ്റെ സ്വന്തം കപ്പ ബിരിയാണി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല നെഞ്ചടി കിട്ടിയിട്ടുണ്ട്. നമുക്കതും കപ്പയിട്ട് വേവിക്കാം, കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിനായി നല്ല നെഞ്ചടി കഴുകി വാരി വൃത്തിയാക്കി 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ കപ്പ നല്ലോണം വേവണ കപ്പയാണെന്നാണ് പറഞ്ഞത്. നല്ലോണം വെന്ത് കിട്ടണ കപ്പയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടി നല്ല സൂപ്പറായിട്ട് ഇരിക്കുമല്ലോ. എന്തായാലും കപ്പയെ തൊലി പൊളിക്കണം, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ കുക്കറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നെഞ്ചടി. നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമ്മൾ നെഞ്ചടി വേവിക്കാൻ പോവാണേ. കുക്കറിലാണ് ഇട്ടത്. 3-4 വിസിലടിച്ച് ഒന്നുകൂടി വിസിലടുപ്പിച്ചാൽ മതി. ഏറെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം വെന്തും കിട്ടും. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ നേരത്തെ നമുക്ക് കപ്പയൊക്കെ തൊലി കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതും വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കപ്പയും ഇതും വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉരുളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു മൂപ്പിക്കാനായിട്ട്. അതിലേക്ക് സവോളയും ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ്. സവോള ഇട്ടു. ഒരു 2-3 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളൂ. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ഇട്ടു. ഇനി എല്ലാം നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വരട്ടെ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ നമ്മുടെ കപ്പ ബിരിയാണി, അല്ലെങ്കിൽ കൊള്ളി ബിരിയാണി എന്ന് പറയണത്. എന്തായാലും നമ്മുടെ സവോളയൊക്കെ വഴണ്ടി വന്നു കഴിയുമ്പോൾ അതിന് ഇച്ചിരി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം വഴണ്ടി കിട്ടും. നമ്മൾ മറ്റേ കപ്പയ്ക്കും നെഞ്ചടിക്കൊക്കെ ഉപ്പ് ചേർത്തുണ്ട്. അത് നോക്കി അതോ ആവശ്യം നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഇനി നമുക്ക് ഉരുളിയിലേക്ക് മഞ്ഞൾ പൊടി 1/2 സ്പൂണോളം മഞ്ഞൾ പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒരു 1-1.5 സ്പൂണ് ഗരം മസാലയും കൂടിയിട്ട് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. നല്ല നെഞ്ചടി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നെഞ്ചടി എല്ലായിടത്തും കിട്ടില്ല എന്നാണ് കേട്ട അറിവ്. എന്നാലും ചിലപ്പോൾ കടകളൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ പച്ചക്കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയാലോ, അങ്ങനെ നേരത്തെ ചോദിക്കണം എന്നൊക്കെ തോന്നുന്നു. എന്തായാലും അരപ്പൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നെഞ്ചടി വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം കേട്ടോ. നെഞ്ചടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി കടിച്ചെടുക്കാനും സാധിക്കും. നല്ല ടേസ്റ്റുമാണ്. അത് നന്നായി അതൊന്ന് അരപ്പൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് കപ്പ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കപ്പയൊക്കെ കുത്തി ഉടച്ചെടുത്ത് നല്ല ടേസ്റ്റാക്കി നമുക്ക് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൂടി ആണെങ്കിൽ സൂപ്പറായി. ഓക്കെ, താങ്ക് യു.